Hello, Assalamu alaikum. Once again, welcome back to Hatsna's Henna Hut. നമുക്ക് എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ളൊരു പ്ലാന്റ് ആണല്ലേ മണി പ്ലാന്റ്. എല്ലാ ക്ലൈമാറ്റിക് കണ്ടീഷനിലും അതുപോലെ ഇൻഡോറും ഔട്ട്ഡോറും ഈക്വലായിട്ട് നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റിയൊരു പ്ലാന്റ് കൂടിയാണ് മണി പ്ലാന്റ്. ചെറിയ കട്ടിങ്സിൽ നിന്ന് എങ്ങനെയാണ് വാട്ടറിലും അതുപോലെ സോയിലും കറക്റ്റായിട്ട് ഇത് പ്രൊപ്പഗേറ്റ് ചെയ്യാമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഇത് മുമ്പ് സിംഗിൾ ലീവ്സ് ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചതായിരുന്നു. ഇപ്പോൾ അതിന് നല്ല റൂട്ട്സൊക്കെ വന്നിട്ട് നന്നായിട്ട് വളർന്നിട്ടുണ്ട്. സിംഗിൾ കട്ടിങ്സ് ഇതുപോലെ വെള്ളത്തിൽ വളർത്തിയതിന് ശേഷമാണ്, റൂട്ട് വന്നതിന് ശേഷമാണ് ഇത് സോയിലേക്ക് ഞാൻ പ്ലാന്റ് ചെയ്യാറ്. വെള്ളത്തിൽ എങ്ങനെയാണ് കറക്റ്റ് പ്രൊപ്പഗേറ്റ് ചെയ്യേണ്ടതെന്നുള്ള വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാത്തവർ ഞാൻ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്, അതിൽ വീഡിയോ പോയിട്ട് കാണാം. ഇതുപോലെ എക്സ്ട്രാ വൈൻസ് നമ്മുടെ മണി പ്ലാന്റിൽ നിന്ന് വരും. ആ സമയത്ത് ഈ വൈൻസ് ഞാൻ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യാറ്. അപ്പോൾ അതിൻ്റെ നോഡ് നോക്കിയിട്ട് ആ റൂട്ട് വരുന്ന സ്ഥലം നോക്കിയിട്ട് കട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ കുറച്ച് ലീവ്സ് ഇതിൽ നിന്ന് കളക്ട് ചെയ്തതിന് ശേഷം വേറൊരു ഗ്ലാസ് ബൗളിൽ കുറച്ച് വെള്ളം എടുക്കാം. അതിലേക്ക് ഈ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ കട്ടിങ്സ് പ്ലേസ് ചെയ്യാം. ഗ്ലാസ് ബൗൾ യൂസ് ചെയ്യാൻ ശ്രമിക്കുക വെള്ളത്തിൽ പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന സമയത്ത്. കാരണം ഈ പ്ലാസ്റ്റിക് നമ്മുടെ ബോട്ടിൽസൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് അതിൽ കെമിക്കൽസും ടോക്സിൻസൊക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഗ്രോത്ത് ശരിയായിട്ട് കിട്ടണമെന്നില്ല. അപ്പോൾ ഞാനിവിടെ കുറച്ച് കട്ടിങ്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. ശരിയായിട്ടുള്ള കട്ടിങ്സ് പറയുന്ന വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ടായതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഡീറ്റെയിൽഡായിട്ട് പറയാത്ത കേട്ടോ. അപ്പോൾ ഒരു ഗ്ലാസ്സിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് ഈ കട്ട് ചെയ്തിട്ടുള്ള നമ്മുടെ ലീവ്സ് ഇതിലേക്ക് വെക്കുകയാണ്. ഇതിൽ വെള്ളം കുറഞ്ഞു വരികയാണെങ്കിൽ അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇത് ഞാൻ കുറച്ച് മുമ്പ് ഇതുപോലെ വെള്ളത്തിലിട്ട് വെച്ചതായിരുന്നു. അപ്പോൾ അതിനിപ്പോൾ റൂട്ടൊക്കെ വന്നിട്ടുണ്ട്. ഇത് വെച്ചിട്ട് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് സോയിലിൽ പ്ലാന്റ് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ സോയിലിൽ ഞാൻ യൂസ് ചെയ്യുന്ന ഒരു സ്പെഷ്യൽ മാജിക് മസാല അതുകൂടി നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നുണ്ട്. സോയിലിൽ പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് മണ്ണെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാണ് നമ്മുടെ മാജിക് മസാല. ഇത് ചകിരിച്ചോറാണ്, കൊക്കോപീറ്റ് എന്ന് പറയും. അപ്പോൾ ഇത് ഞാൻ വീട്ടിലുണ്ടാക്കിയതാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ഞാൻ ഇൻഷാല്ലാ അപ്ലോഡ് ചെയ്യാം. മണ്ണും ചകിരിച്ചോറും മാത്രം വെച്ചിട്ടാണ് നമ്മൾ മണ്ണിൽ നടുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ലീവ്സാണിത്. പിന്നെ ഇത് നഴ്സറിയിൽ നിന്ന് ചെടി വാങ്ങിയപ്പോൾ കിട്ടിയൊരു ചട്ടിയാണ്. ഞാനതിന് പെയിൻറ്റൊക്കെ അടിച്ച് കുട്ടപ്പനാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ മണ്ണും ചകിരിച്ചോറും ഈക്വൽ പ്രപ്പോർഷനിലാണ് എടുക്കുന്നത്. ഇപ്പോൾ ഞാൻ 2 കൈ മണ്ണെടുക്കുന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ 2 കൈ ചകിരിച്ചോറും എടുക്കുന്നുണ്ട്. ചകിരിച്ചോറ് കുറച്ച് കൂടുതലായാലും പ്രശ്നമില്ല. ചകിരിച്ചോറ് ഇടുന്നത് എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ പ്ലാന്റിന് എപ്പോഴും ഒരു കൂൾ അറ്റ്മോസ്ഫിയർ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ചകിരിച്ചോറ് ഇടുന്നത്. അപ്പോൾ ചകിരിച്ചോറിൽ മാത്രവും ഇത് പ്ലാന്റ് ചെയ്യാം. ഞാനിവിടെ കുറച്ച് മണ്ണും കൂടി മിക്സ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ചകിരിച്ചോറ് ഇടുന്നത് കൊണ്ട് തന്നെ നമുക്ക് എപ്പോഴും ഇതിൽ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. കാരണം ഇത് ഓൾറെഡി നല്ല തണുപ്പ് നമ്മുടെ പ്ലാന്റിന് കൊടുക്കും. അപ്പോൾ മണ്ണ് ഡ്രൈ ആവുന്ന സമയത്ത് മാത്രമേ പ്ലാന്റിന് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. ഒരുപാട് വെള്ളം ഒഴിക്കുന്ന സമയത്ത് നമ്മുടെ റൂട്ടിന് ഫംഗസ് കെട്ടിയിട്ട് ചെടി വേഗം തന്നെ ചീത്തയായി പോവും. അപ്പോൾ നട്ടതിന് ശേഷം കുറച്ച് വെള്ളം ഒന്ന് തളിച്ചു കൊടുക്കണം. പിന്നെ ഇത് മണ്ണ് ഡ്രൈ ആവുന്നതിനനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഇത് ഇൻഡോറാണ് കീപ്പ് ചെയ്യുന്നത്. ഇൻഡോർ ആയാലും ഔട്ട്ഡോർ ആയാലും ഇൻഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്ന രീതിയിൽ വെക്കുക. ഔട്ട്ഡോറിൽ ഇത് നല്ല ലൈറ്റുള്ള സ്ഥലത്ത് വെച്ചാൽ പെട്ടെന്ന് മോശമായി പോകും. പിന്നെ അതുപോലെ തന്നെ ഞാൻ ഇതൊരു മോസ്റ്റിക്ക് വെച്ചിട്ട് കുറച്ച് ദിവസം മുമ്പ് നട്ടതാണ്. പിന്നെ ഞാനിതുപോലെ 1-2 ഹാങ്ങിങ് ബാസ്ക്കറ്റിലും ഇത് നട്ടിട്ടുണ്ട്. എനിക്ക് ഇത് കുറച്ച് ഹൈറ്റിൽ വെച്ചുകൊണ്ട് ക്യാമറ ഇവിടെ എത്തുന്നില്ല. ഇപ്പോൾ നമ്മൾ ചെയ്ത സെയിം പ്രൊസീജിയറിൽ നട്ടതായിരുന്നു. ചെറിയ ചെറിയ ലീവ്സാണ് നട്ടിട്ടുണ്ടായത്. അപ്പം നന്നായിട്ട് വളർന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നു? ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായവും സജഷൻസും ഒക്കെ ഈ വീഡിയോയുടെ താഴെയുള്ള കമൻറ്റ് ബോക്സിൽ എന്നെ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്ത് ചെയ്യണം? ലൈക്ക് ചെയ്യണം. പിന്നെ പ്ലാന്റ്സിനോടും ഗാർഡനിങ്ങിനോടും ഒക്കെ താല്പര്യമുള്ളവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം. പിന്നെ എപ്പോഴും പറയുന്നത് പോലെ ഡോണ്ട് ഫർഗെറ്റ് ടു സബ്സ്ക്രൈബ് ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക് യു.